എല്ലാവർക്കും നമസ്കാരം. നിത്യാനന്ദ യോഗ കേന്ദ്രത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അനാരോഗ്യത്തിന്റെ ലക്ഷണമാണ് അമിത ഭയം. ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മനസ്സിന്റെ വൈകല്യമാണ് ഇതിനൊക്കെ വഴിയൊരുക്കുന്നത്. ശരിയായ രീതിയിൽ ഉറക്കം ലഭിക്കാത്തതും ഇതിന്റെ മൂല കാരണമായി മാറുന്നു. ഈ പ്രശ്നം പരിഹരിച്ച് ആത്മധൈര്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന 2 ആസനങ്ങളാണ് സിംഹാസനം, പൂർണ്ണ ശശാങ്കാസനം. ഇവ പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് വിശദമായി കാണാം. ആദ്യം നമുക്ക് സിംഹാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരുകാലുകളും നീട്ടിവെച്ച് നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം വലതുകാൽ മടക്കി ഇടതുകാലിന്റെ തുടയുടെ മുകളിലും ഇടതുകാൽ മടക്കി വലതുകാലിന്റെ തുടയുടെ മുകളിലും കയറ്റി വെക്കേണ്ടതാണ്. ഇങ്ങനെ ഇരിക്കുന്നതിനെ പദ്മാസനം എന്നാണ് പറയുന്നത്. ഇനി ഇരു കൈകളും തറയിലൂന്നി പൃഷ്ഠഭാഗം തറയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും ഇരു കൈപ്പത്തികളും പതിയെ പതിയെ മുന്നിലേക്ക് കയറ്റി കൊണ്ടുവരാവുന്നതാണ്. ഇരു കാലുകളുടെയും മുട്ടുകളിലും കൈപ്പത്തികളിലും മാത്രമായി ശരീരം കൊണ്ടുവന്നതിന് ശേഷം വായ തുറന്ന് നാക്ക് പുറത്തേക്ക് നീട്ടി പിടിച്ചതിന് ശേഷം ഇരു കണ്ണുകളുടെയും ദൃഷ്ടി പുരികങ്ങളുടെ മധ്യഭാഗത്തേക്ക് കൊണ്ടുവരികയും വളരെ ദീർഘമായി വായിലൂടെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതുമാണ്. ഇതേ രീതിയിൽ പറ്റുന്നത്ര സമയത്തേക്ക് ശ്വാസോച്ഛ്വാസം ചെയ്യാൻ ശ്രമിക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. വായിൽ കൂടി ആയിരിക്കണം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്യേണ്ടത്. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ പതിയെ കൈകളെ പുറകിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പൃഷ്ഠഭാഗം തറയിൽ പതിച്ചു വെക്കുകയും ഇരു കാലുകളും നീട്ടിവെച്ച് അല്പസമയത്തേക്ക് വിശ്രമിക്കുകയും ചെയ്യാവുന്നതാണ്. ഇതേ രീതിയിൽ ഇരു കാലുകളും തിരിച്ചു വെച്ചും 1-2 തവണ കൂടി പരിശീലിക്കാം. ഇത് പരിശീലിക്കുന്ന സമയം ഇരു കൈകളുടെയും മുട്ടുകൾ മടങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം അഡ്രിനൽ ഗ്രന്ഥിയുടെ പ്രവർത്തനം ശരിയായ രീതിയിൽ നടക്കുന്നതിനും അതുകൊണ്ട് തന്നെ അകാരണമായ ദേഷ്യം, ഭയം, സങ്കടം എന്നിവ ഒഴിവായി കിട്ടുന്നതിനും സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ വിഷാദം, അലസത, ഉറക്കക്കുറവ് എന്നിവ പരിഹരിക്കുന്നതിനും സഹായിക്കുന്നു. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം എന്തിനേയും നേരിടുന്നതിനുള്ള ഒരു മനസ്സ് നേടിയെടുക്കുന്നതിനും അതേപോലെ തന്നെ സദാസമയവും സന്തോഷവും ഊർജ്ജസ്വലതയും ഉന്മേഷവും കൈവരുന്നതിനും സാധിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് പൂർണ്ണ ശശാങ്കാസനം പരിശീലിക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് കാണാം. ഇത് ചെയ്യുന്നതിനായിട്ട് ഇരു കാലുകളുടെയും മുട്ടുകൾ മടക്കി പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ വരുന്ന രീതിയിൽ നട്ടെല്ല് നിവർന്നിരിക്കുക. അതിനുശേഷം ഇരു കൈകളും ശരീരത്തിന് പുറകിലേക്ക് കൊണ്ടുവന്ന് വിരലുകൾ പരസ്പരം കോർത്തു പിടിച്ചതിന് ശേഷം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസം പുറത്തേക്ക് വിടുന്നതോടൊപ്പം ശരീരം പതിയെ മുന്നോട്ട് കൊണ്ടുവന്ന് നെറുക തറയിൽ മുട്ടിച്ചു വെക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ പൃഷ്ഠഭാഗം കാലുകളിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരികയും കോർത്തു പിടിച്ചിരിക്കുന്ന കൈകളെ തറയ്ക്ക് ലംബമായി കൊണ്ടുവരാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നതിന് ശേഷം വളരെ സാവധാനം ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും ശ്വാസത്തെ പുറത്തേക്ക് വിടുകയും ചെയ്യാവുന്നതാണ്. പറ്റുന്നത്ര സമയത്തേക്ക് ഈ നിലയിൽ തന്നെ തുടരാൻ ശ്രമിക്കുക. ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് പൃഷ്ഠഭാഗം കാലുകളുടെ ഉപ്പൂറ്റിയിൽ കൊണ്ടുവന്ന് വയ്ക്കുകയും ഇരു കൈകളും മുന്നിലേക്ക് കൊണ്ടുവന്ന് കാൽത്തുടകളിൽ കമഴ്ത്തി വെക്കുകയും ചെയ്യുക. ഇതേ രീതിയിൽ തന്നെ 1-2 തവണ കൂടി പരിശീലിക്കാവുന്നതാണ്. ഈ ആസനം പരിശീലിക്കുന്നത് മൂലം കണ്ണുകൾക്കും തലച്ചോറിനും കഴുത്തിനും വളരെയധികം പ്രയോജനം ലഭിക്കുന്നതിന് സഹായിക്കുന്നു. അതേപോലെ തന്നെ പാൻക്രിയാസിനെ ഉത്തേജിപ്പിക്കുന്നതിനും ഇത് വളരെയധികം സഹായിക്കുന്നതാണ്. ഇത് പരിശീലിക്കുന്നത് മൂലം മനസ്സിന് സ്ഥിരത കൈവരുന്നതിനും എല്ലാത്തിനെയും നേരിടുന്നതിനുള്ള ഒരു കഴിവ് ലഭിക്കുന്നതിനും സാധിക്കുന്നു.
ഇപ്പോൾ നമ്മൾ കണ്ട 2 ആസനങ്ങളും ദിവസേന പരിശീലിക്കുന്നതിലൂടെ അമിതമായി ഉണ്ടാവുന്ന ഭയത്തെ ചെറുത്തു നിൽക്കുന്നതിനും അതുമൂലം ആത്മധൈര്യം വീണ്ടെടുക്കുന്നതിനും വളരെയധികം സഹായിക്കുന്നതാണ്. ഇവ പരിശീലിച്ചതിന് ശേഷം ശവാസനം ചെയ്ത് മാത്രമേ യോഗ പൂർത്തിയാക്കാവൂ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.